ഹായ് ഓൾ, മഴയായിട്ട് എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത്രയും തിരക്കുള്ള സമയത്തും ഞാനിവിടെ വന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വീഡിയോ എടുക്കാനാണ്. എൻ്റെ കോലം കണ്ടറിയാലോ, ഞാൻ ഷോപ്പിൽ എനിക്ക് ഒന്നിനും സമയമില്ല, മക്കളെ പോലും നോക്കാൻ സമയമില്ലായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാനിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. നോർമലി നമ്മൾ ഒരേ ഏരിയയിലുള്ള ബുട്ടീക്സ് ആണെങ്കിലും ഒരേ ഫീൽഡിലുള്ളവർ തമ്മിലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുക നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആറ്റിങ്ങൽ തന്നെയുള്ള ഒരു ബുട്ടീക്കിലൊരു ലേഡി നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ഫുൾ കോപ്പി ചെയ്യാൻ മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ആ ലേഡി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരേ ഫീൽഡിലും അല്ലെങ്കിൽ ഒരേ ഏരിയയിലാകുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ഇൻസ്റ്റയിൽ കോമൺ ആൾക്കാരായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്ന എന്തും കണ്ട് അതേപോലെ കോപ്പി ചെയ്യുമ്പോൾ എന്തായാലും ഫോളോവേഴ്സിന് മനസ്സിലാവും നമ്മളെ കണ്ട് കോപ്പി ചെയ്യുന്നത്. കാരണം എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ എനിക്ക് വീഡിയോ വെച്ചിട്ട് ചേച്ചി ചെയ്തു അതേപോലെ കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ അയക്കാറുണ്ട്. അത് പോട്ടെ, അത് ഞാൻ ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല. ചിലപ്പോൾ നമ്മളെ ഡിസൈൻ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കുമല്ലോ കോപ്പി ചെയ്യുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്നൊരു ക്രെഡിറ്റ് ആണ്, അത് ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ ഇവർ തന്നെ ഒരു 2-2.5 വർഷം മുന്നേ ഞങ്ങളെ ഷോപ്പിലേക്ക് അവരെ സ്റ്റാഫിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പറഞ്ഞു വിട്ടത് ന്യൂസ് അറിയാനും ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഞങ്ങൾ പറഞ്ഞു വന്നത് അവരെ കടയിലെ സ്റ്റാഫിനെ ഇങ്ങോട്ട് ന്യൂസ് അറിയാനായിട്ട് പറഞ്ഞു വിട്ടു. പക്ഷെ ഞങ്ങൾ മന്ദബുദ്ധികളല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ന്യൂസും പറഞ്ഞു വിട്ടുമില്ല. ഞാൻ ആദ്യം ചോദിച്ചു ആ ഷോപ്പിൽ വർക്ക് ചെയ്യണല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ ബബ അടിച്ചു അതാ അവസാനം അവർ സമ്മതിച്ചു ആ ഷോപ്പിലാന്ന് പറഞ്ഞു. അത് ഞാൻ വിട്ടൊന്നുമില്ല. ഈ ഇടയായിട്ട് ഞാൻ ഗൂഗിൾ റിവ്യൂ നോക്കി. കാരണം നോർമലി ഞാൻ എൻ്റെ ഗൂഗിൾ റിവ്യൂ നോക്കാറില്ല. കാരണം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡയറക്റ്റ് തന്നെ ഞാൻ റിവ്യൂ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ വിടാറുള്ളൂ. അത് ഇവിടെ കസ്റ്റമേഴ്സിനെ അറിയാം. എന്തോ കാര്യത്തിന് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ഒരാൾ 3 സ്റ്റാർ ഇട്ടേക്കുന്നത്. ആ പേര് കാണുമ്പോൾ അങ്ങനെ ഒരു പേരിൽ ഒരാൾ ഇവിടെ എന്തായാലും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏതോ ബുട്ടിക്കാർ ചെയ്യിപ്പിച്ചാണ് മനസ്സിലായി. അത് ഞാൻ വിട്ട് പോട്ടെ. ഇന്ന് എനിക്ക് ഗൂഗിൾ റിവ്യൂ ഒരെണ്ണം വന്ന് അത് ഞാൻ ശ്രദ്ധിക്കാനും കാരണം ആ കസ്റ്റമർ എനിക്ക് മെസ്സേജ് ഇട്ട് UK എന്നൊരു കസ്റ്റമറാണ്, ചേച്ചി ഞാൻ ഗൂഗിൾ റിവ്യൂ ഇട്ടിട്ടുണ്ടോ ഒന്ന് നോക്കണേന്ന്. അപ്പം ഞാനത് നോക്കി അടിപൊളിയായി ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിന്ന് അതെൻ്റെ ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടി ഗൂഗിൾ റിവ്യൂ എടുത്തപ്പോഴാണ് അതേ സമയം തന്നെ ഇതിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് 1 സ്റ്റാർ ഇട്ടേക്കുന്നത്. അത് ഇട്ടേക്കുന്ന ആൾ ഒരു നോർത്ത് ഇന്ത്യനോ ആണ്. ഇതിൽ പേര് കാണാൻ പറ്റും. ഇതിപ്പം ക്യാമറ ഏതാണ്ട് ജാബർ അൻസാരി. അപ്പം നോർത്ത് ഇന്ത്യൻ ആണ് ആ റിവ്യൂ ഇട്ടേക്കുന്നത്. അപ്പം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതവിടെ വർക്ക് ചെയ്യുന്ന വർക്കറെ കൊണ്ടിട്ട് അവരൊരു നെഗറ്റീവ് റിവ്യൂ ഇടിച്ചതാണെന്നുള്ളത് മനസ്സിലാവും. എനിക്ക് 1 സ്റ്റാർ ആണ് കൊടുത്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇത് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ കാര്യം ചെയ്യാൻ തന്നെ സമയം കിട്ടില്ല. ഞാൻ അതാ പറഞ്ഞത്, എൻ്റെ ഗൂഗിൾ റിവ്യൂ ഞാൻ നോക്കാറില്ല, എനിക്ക് സമയം കിട്ടാറില്ല. ഇവർക്ക് 24 മണിക്കൂർ ഫുൾ ഞാൻ എന്ത് ചെയ്യുന്നത് നോക്കുന്നതാണോ പണി എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ചേച്ചി നിർത്തിക്കോ, സ്വന്തം പണി നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വല്ലവരെയും കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ കാര്യം കാലിൻ്റെ അടിയിലോ മണ്ണടിച്ച് പോകണം നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ വക ചെറിയൊരു അഡ്വൈസാണ്, അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചേച്ചിക്ക് വരാനുള്ള കസ്റ്റമേഴ്സ് ചേച്ചിക്ക് വരും, എനിക്ക് വരാനുള്ള എനിക്ക് വരും. ഞാൻ എന്തായാലും നല്ല സർവീസ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ആൾ വരത്തുമില്ല. ഇനി ചേച്ചി ആൾക്കാരെ കൊണ്ട് നെഗറ്റീവ് റിവ്യൂ ഗൂഗിൾ ഇടിയിപ്പിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ആൾ വരാതെ ഇരിക്കത്തില്ല. ഞാൻ ഇപ്പോൾ ഗൂഗിളിൽ കയറി കളർ റിവ്യൂ നല്ലതാന്ന് പറഞ്ഞിട്ടാലും എൻ്റെ സർവീസ് നല്ലതല്ലെങ്കിൽ ആരും വരാൻ പോകുന്നില്ല. അതിൻ്റെ നല്ല ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചി ഇനിയെങ്കിലും ചേച്ചിയുടെ പണി നോക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. കാരണം ഈ പുള്ളിക്കാരൻ, അതായത് ജാബർ അൻസാരി എന്നുകൊണ്ട് പറഞ്ഞിട്ട് എനിക്ക് റിവ്യൂ ഇട്ടേക്കുന്ന ആൾ ആ ബുട്ടീക്കിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണെന്ന് ഞങ്ങൾക്ക് ന്യൂസ് കിട്ടി. കാരണം ഈ വർക്കേഴ്സ് തമ്മിൽ കോൺടാക്ട് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ വർക്കേഴ്സ് തിരക്കിയിട്ട് പറഞ്ഞു അവിടെ തന്നെ വർക്കറാണെന്ന്. ഇനിയെങ്കിലും ഈ ചീപ്പ് പരിപാടി നിർത്തുന്നതായിരിക്കും ചേച്ചി നല്ലത്. ഞാൻ എൻ്റെ അന്തസ്സുള്ളത് കൊണ്ട് ഞാൻ ബുട്ടീക്ക് ഏതാണെന്ന് പറയുന്നില്ല. എൻ്റെ പിന്നെ ഈ 2.5 വർഷം മുന്നേ അവിടുത്തെ സ്റ്റാഫ് ഇവിടെ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് സഹിതമുണ്ട്. കാരണം ക്യാമറ ഉള്ളതുകൊണ്ട് ഞങ്ങളതിൽ അതിൻ്റെ ക്ലിപ്പിംഗ്സ് ഇപ്പോഴും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ കാണിക്കുന്നില്ല. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്കിപ്പം വേണമെങ്കിൽ എൻ്റെ വർക്കേഴ്സിനെ കൊണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യൻസ് 5 പേരുണ്ട്, അവരെ കൊണ്ട് ഇവിടെ വേണമെങ്കിൽ എനിക്ക് നെഗറ്റീവ് റിവ്യൂ ഇടിപ്പിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അവരും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാതാവുമല്ലോ. പിന്നെ എനിക്ക് സമയവും ഇല്ല, അത് വേറെ കാര്യം. ഇപ്പോഴും അകത്ത് ട്രയലും കസ്റ്റമേഴ്സും ഒക്കെ നിൽക്കണം. അതിൻ്റെ ഇടയിൽ അകത്ത് വോയിസ് ഇടാൻ പറ്റാത്തതുകൊണ്ട് പുറത്തിറങ്ങി വന്നിട്ടാണ് ഞാൻ ഈ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. കസ്റ്റമേഴ്സിന് ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് മനസ്സിലാക്കണം. പിന്നെ ചേച്ചിയുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബിസിനസ് മുമ്പോട്ട് പോകാൻ ഇത് നിർത്തുന്നതായിരിക്കും നല്ലത്. ഇത് ആക്ച്വലി യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എനിക്ക് ലോങ് വീഡിയോ നല്ലൊരു കണ്ടന്റ് ഇട്ട് തന്നെ തുടങ്ങുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതിപ്പം എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നുകൊണ്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. എന്തായാലും ഇനി നല്ല വീഡിയോസ് പ്രതീക്ഷിക്കാം. പിന്നെ എന്തായാലും എല്ലാവരും എനിക്ക് ഇന്നലെ തന്ന സപ്പോർട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ കുറച്ചുകൂടെ ബോൾഡാക്കി, എനിക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് വന്നു. അതെല്ലാവരും അവനവൻ്റെ സമയം കണ്ടെത്തി എനിക്ക് കമൻറ്റ് ചെയ്യാനാണെങ്കിലും എന്നെ കോൾ ചെയ്ത് എന്താണെന്ന് ചോദിക്കാനാണെങ്കിലും ചേച്ചി പേടിക്കില്ല, ചേച്ചിയുടെ വർക്കിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണെന്ന് പറയാൻ ഇതെല്ലാം കാണിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അതിന് ഒത്തിരി താങ്ക് യു. ഇനിയും ഇതുപോലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു so much.